അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആര് ജയിക്കുമെന്ന ആകാംക്ഷയിലാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകർ. മണിക്കൂറുകൾ എണ്ണി ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണവർ. ആവേശം മാത്രമല്ല, ഫുട്ബോൾ പ്രദർശനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഗാനമേള തുടങ്ങി വിവിധ പരിപാടികളും പുതിയ പാലത്തെ ബിഗ് സ്ക്രീനിൽ നടക്കുന്നുണ്ട്. 2026 ഫിഫ വേൾഡ് കപ്പ് ആരുയർത്തുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ എല്ലാവരും. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ പാലത്തെ ബിഗ് സ്ക്രീനിലാണ്. ഇവരെല്ലാം ഈ ബിഗ് സ്ക്രീനിന്റെ സംഘാടകരാണ്. വലിയ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. കാരണം ഒരു മാസത്തോളം നീണ്ടുനിന്ന ഒരു ആകാംക്ഷയായിരുന്നു. ഇന്നിപ്പോൾ ആര് കിരീടം ചൂടും, ആര് ലോകകപ്പ് നേടുമെന്ന് അറിയാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചേട്ടാ, എന്ത് തോന്നുന്നു, ആരായിരിക്കും കപ്പടിക്കുക? ഇപ്രാവശ്യം രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. സ്പെയിൻ ആയാലും അർജന്റീന ആയി കഴിഞ്ഞാൽ രണ്ട് സ്ട്രോങ് ടീമാണ്. രണ്ടിനും നല്ല ഏറ്റവും കഴിവ് തെളിയിച്ച കളിക്കാരനാണുള്ളത്. രണ്ടുപേർക്കും ചാൻസ് ഉണ്ട് ഒരേപോലെ തന്നെ. കഴിഞ്ഞ തവണയൊക്കെയാണെങ്കിൽ അർജന്റീന ഒരു സർപ്രൈസ് കളിയായിരുന്നു. കാരണം അവസാന നിമിഷത്തിലേക്കാണ് സർപ്രൈസ് ആയി ത്രില്ലർ ആയുള്ള ഒരു കളിയായിരുന്നു. ആ ഒരു രീതിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഇത്തവണ ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ നോക്കൌട്ട് മത്സരങ്ങളുടെ കംപ്ലീറ്റ് പിന്നിൽ നിന്ന സമയത്താണ് പലപ്പോഴും മാച്ച് കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അവിശ്വസനീയമായ രീതിയിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തോൽക്കുന്ന ഉറപ്പിച്ച കളികൾ തന്നെ 2 ഗോളിന് പിന്നിട്ട് നിന്നിട്ട് അവസാനം 3 ഗോൾ അടിച്ചും കഴിഞ്ഞ് വെറും 10 മിനിറ്റ് കൊണ്ട് ജയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് അർജന്റീന കുറച്ചുകൂടി അവർ ആ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫൈറ്റ് അവരെന്തായാലും കാഴ്ചവെക്കുന്നുള്ള ഉറപ്പാണ്. സ്പെയിനും ഈ പറയുന്ന പോലെ മോശമായിട്ടുള്ള ടീമൊന്നുമല്ല. അർജന്റീന ഫാനല്ല, അർജന്റീന കപ്പ് അടിച്ചോട്ടെ. സ്പെയിനിന്റെ ഫാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ? സ്പെയിൻ കുറെ ആളുകളുണ്ട്. ആര് ജയിക്കും? ബ്രസീൽ അല്ല, അർജന്റീന. ബ്രസീൽ ഫാനാണോ? യെസ്, പോയല്ലോ. അർജന്റീന പോയി, ഞങ്ങളത് പോയി. അർജന്റീന ആണെങ്കിൽ അർജന്റീന, സ്പെയിനാണ് സ്പെയിനിൽ ഒതുങ്ങി. എത്ര ഗോൾ അടിക്കും? അർജന്റീന ഒരു 3 ഗോൾ അടിക്കും, ജയിക്കും. അതാണ് നമ്മളെ ഇല്ലാത്ത ഗോളായിരിക്കും. എൻ്റെ എതിരില്ലാത്ത ഗോളായിരിക്കും 3-0. മറ്റൊരു കാര്യം കൂടെ, ഇവർ ഈ പുതിയ പാലത്തെ ഈ സംഘാടകർ ഇന്ന് സൗജന്യ ക്യാമ്പ് കൂടി നടത്തുന്നുണ്ട്. ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് പ്രദർശനത്തിന്റെ ഭാഗമായിട്ടൊരു സൗജന്യ ക്യാമ്പ് കൂടി നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ തീരുമാനത്തിലെത്തിയത്? നമ്മൾ പുതിയ പാലം ജനകീയ സമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേൾഡ് കപ്പിന്റെ പ്രദർശനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ട് പുതിയ പാലത്ത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ പലവിധ പരിപാടികൾ നമ്മളിവിടെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയും. ഏകദേശം 5 മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിക്കൽ ടീംസാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ആവേശത്തോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ പുതിയ പാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.